ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഏപ്രിൽ 2 തിയേറ്ററിൽ ഓൾ ടൈം ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടുന്ന മുന്നേറിക്കൊണ്ടിരിക്കുന്ന മലയാള സിനിമയാണ് വാഴ 2. ചിത്രത്തിന്റെ തെലുങ്ക് പതിപ്പ് ഇന്ന് റിലീസ് ചെയ്തിരുന്നു. നിലവിൽ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന റിപ്പോർട്ട് അനുസരിച്ച് തെലുങ്കിലും മികച്ച പ്രതികരണമാണ് ഈ സിനിമയ്ക്ക് കിട്ടിയിരിക്കുന്നത്. പ്രീമിയർ ഷോ ഉൾപ്പെടെ ഇന്നലെ തെലുങ്കിൽ നിന്ന് പ്രീസെയിലായി ലഭിച്ചത് 25 ലക്ഷം രൂപയായിരുന്നു. തെലുങ്ക് ഓപ്പണിംഗ് കളക്ഷനായി ഇന്ന് ഈ സിനിമ പ്രതീക്ഷിക്കുന്നത് 50 ലക്ഷം റേഞ്ചിലാണ്. ഇന്നലെ വ്യാഴാഴ്ച വരെയുള്ള 22 ദിവസം കൊണ്ട് ഈ സിനിമ കേരളത്തിൽ 118 കോടി 45 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തത്. 23-ാം ദിവസമായ ഇന്ന് വെള്ളിയാഴ്ച ഈ സിനിമയുടെ കേരള കളക്ഷൻ 1 കോടി 30 ലക്ഷം റേഞ്ചിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെ 119 കോടി 75 ലക്ഷം റേഞ്ചിലാണ് ഈ സിനിമയുടെ കേരള കളക്ഷൻ എത്തി നിൽക്കുന്നത്. ഇന്ന് ഈ സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ 2 കോടിക്ക് മുകളിലും പ്രതീക്ഷിക്കുന്നു. അങ്ങനെ ലോകമെമ്പാടുമായി ആദ്യ 23 ദിവസം കൊണ്ട് ഈ സിനിമ 219-220 കോടി റേഞ്ചിലാണ് എത്തിച്ചേർന്നിട്ടുള്ളത്. ഇന്നലെ ഏപ്രിൽ 23 തിയേറ്ററിലെത്തി മിക്സഡ് അഭിപ്രായം നേടുന്ന മലയാള സിനിമയാണ് മധുവിധു. ഷറഫുദ്ദീൻ നായകനായി വിഷ്ണു അരവിന്ദ് സംവിധാനം ചെയ്ത ഈ സിനിമയിൽ കല്യാണി പണിക്കർ, ജഗദീഷ്, ആസീസ് നെടുമങ്ങാട്, സായി കുമാർ, ശ്രീജയ നായർ എന്നിങ്ങനെയാണ് പ്രധാന താരങ്ങൾ. ചിത്രം നിർമ്മിച്ചിട്ടുള്ളത് വിനായക അജിത്താണ്. ആദ്യ ദിവസമായി ഇന്നലെ വ്യാഴാഴ്ച ഈ സിനിമ കേരളത്തിൽ കളക്ട് ചെയ്തത് 32 ലക്ഷം രൂപയാണ്. രണ്ടാം ദിവസം ഇന്ന് വെള്ളിയാഴ്ച ഈ സിനിമയുടെ കേരള കളക്ഷൻ 40 ലക്ഷത്തിന് മുകളിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. 2 ദിവസം ഉണ്ടങ്ങനെ 75 ലക്ഷം റേഞ്ചിലാണ് ഈ സിനിമയുടെ കളക്ഷൻ കേരളത്തിൽ എത്തിച്ചേർന്നിട്ടുള്ളത്. സിനിമയുടെ 2 ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 1 കോടി റേഞ്ചിലാണ്. തുടർച്ചയായി 1 കോടിക്ക് മുകളിൽ കേരളത്തിൽ കളക്ഷൻ നേടിയെടുത്ത് മുന്നേറിക്കൊണ്ടിരിക്കുന്ന മലയാള സിനിമയാണ് ഭരതനാട്യം 2 മോഹിനിയാട്ടം. സൈജു കുറുപ്പ് നായകനായി കൃഷ്ണദാസ് മുരളി തിരക്കഥ സംവിധാനം ചെയ്ത് ഏപ്രിൽ 10 തിയേറ്ററിലെത്തി മികച്ച വിജയം നേടിയെടുത്ത് മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഈ സിനിമ ഇന്നലെ വ്യാഴാഴ്ച വരെയുള്ള 14 ദിവസം കൊണ്ട് കേരളത്തിൽ 17 കോടി 8 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. 3-ാം വാരത്തിലേക്ക് കടന്നിരിക്കുന്ന ഇന്ന് വെള്ളിയാഴ്ച മുതൽ ഈ സിനിമയ്ക്ക് കേരളത്തിൽ സ്ക്രീനുകളും കൂടിയിട്ടുണ്ട്. കേരളത്തിൽ തുടക്കം 135 സ്ക്രീനുകളായിരുന്നുവെങ്കിൽ ഇന്ന് മുതൽ 222 സ്ക്രീനുകളാണ് ഈ സിനിമയ്ക്കുള്ളത്. അതേസമയം 3-ാം വാരത്തിലെത്തിയപ്പോൾ ഈ സിനിമ ലോകമെമ്പാടുമായി 500-ലധികം തിയേറ്ററുകളിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. ഇനി 15-ാം ദിവസമായി ഇന്ന് വെള്ളിയാഴ്ചയിലെ കേരള കളക്ഷനിലേക്ക് വന്നാൽ ഇന്നും 1 കോടി 15 ലക്ഷം റേഞ്ചിലാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ കേരളത്തിൽ 18 കോടി 20 ലക്ഷം റേഞ്ചിലാണ് ഈ സിനിമയുടെ കളക്ഷൻ എത്തിച്ചേർന്നിട്ടുള്ളത്. ഇനി ഈ സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷനിലേക്ക് വന്നാൽ ആദ്യ വാരം 10 കോടി 90 ലക്ഷം കളക്ട് ചെയ്ത ഈ സിനിമ 2-ാം വാരത്തിൽ 17 കോടി 10 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തത്. അങ്ങനെ ഇന്നലെ വരെയുള്ള 14 ദിവസം കൊണ്ട് 28 കോടി രൂപയാണ് ഈ സിനിമ സ്വന്തമാക്കിയിട്ടുള്ളത്. 15-ാം ദിവസമായി ഇന്ന് വെള്ളിയാഴ്ച 2 കോടിക്ക് മുകളിൽ പ്രതീക്ഷിക്കുന്ന ഈ സിനിമ ലോകമെമ്പാടുമായി ഇന്ന് വെള്ളിയാഴ്ചയോടെ 30 കോടി മറികടക്കും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ടോവിനോ തോമസ് നായകനായി ഡിജോ ജോസ് ആന്റണി സംവിധാനം ചെയ്ത് ഏപ്രിൽ 15 വിഷു റിലീസായി തിയേറ്ററിലെത്തിയ മലയാള സിനിമയാണ് പള്ളിച്ചട്ടമ്പി. ചിത്രം 7-ാം ദിവസം ഇന്നലെ വ്യാഴാഴ്ച കേരളത്തിൽ 40,50,000 രൂപയാണ് കളക്ട് ചെയ്തത്. അങ്ങനെ ഇന്നലെ വരെയുള്ള 9 ദിവസം കൊണ്ട് 11 കോടി 29 ലക്ഷം രൂപയാണ് ഈ സിനിമ കേരളത്തിൽ സ്വന്തമാക്കിയിട്ടുള്ളത്. 10-ാം ദിവസം ഇന്ന് വെള്ളിയാഴ്ച ഈ സിനിമയുടെ കേരള കളക്ഷൻ 35 ലക്ഷം റേഞ്ചിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെ 11 കോടി 65 ലക്ഷം റേഞ്ചിലാണ് ഈ സിനിമയുടെ കേരള കളക്ഷൻ എത്തിച്ചേർന്നിട്ടുള്ളത്. 10 ദിവസത്തെ ഈ സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 16 കോടി 50 ലക്ഷം 17 കോടി റേഞ്ചിലാണ്. പ്രിയദർശൻ തിരക്കഥ സംവിധാനം ചെയ്ത് ഏപ്രിൽ 17 തിയേറ്ററിൽ നിലവിൽ ക്ലീൻ ഹിറ്റ് വിജയം സ്വന്തമായി കഴിഞ്ഞ ബോളിവുഡ് സിനിമയാണ് ഭൂത് ബംഗ്ല. ചിത്രത്തിൽ അക്ഷയ് കുമാർ, പരേഷ് റാവൽ, ജിഷു സെൻഗുപ്ത, രാജ്പാൽ യാദവ്, ടബു, വാമിക ഗബ്ബി എന്നിങ്ങനെയായിരുന്നു പ്രധാന താരങ്ങൾ. ഈ സിനിമ ഇന്നലെ വ്യാഴാഴ്ച വരെയുള്ള 7 ദിവസം കൊണ്ട് കേരളത്തിൽ 22,48,000 രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. 7 ദിവസത്തെ ഇന്ത്യൻ നെറ്റ് കളക്ഷൻ 84 കോടി 40 ലക്ഷം രൂപയും വിദേശ കളക്ഷൻ 35 കോടി 45 ലക്ഷം രൂപയുമാണ്. ലോകമെമ്പാടുമായി ആദ്യ 7 ദിവസം കൊണ്ട് 135 കോടി 81 ലക്ഷം രൂപയാണ് സ്വന്തമാക്കിയിട്ടുള്ളത്. 120 കോടി ബഡ്ജറ്റുള്ള ഈ സിനിമയുടെ തിയേറ്റർ റൈറ്റ്സ് വിറ്റഴിക്കപ്പെട്ടത് 65 കോടി രൂപയ്ക്കാണ്. 130 കോടി ബ്രേക്ക് ഈവൻ പോയിന്റുള്ള ഈ സിനിമ നിലവിൽ ക്ലീൻ ഹിറ്റ് വിജയം സ്വന്തമാക്കിയിരിക്കുകയാണ്. മാർച്ച് 19 തിയേറ്ററിൽ ഓൾ ടൈം ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടിയത് മുന്നേറിക്കൊണ്ടിരിക്കുന്ന ബോളിവുഡ് സിനിമയാണ് ദുരന്തർ 2. ചിത്രം 36 ദിവസം കൊണ്ട് കേരളത്തിൽ 19 കോടി 26 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. സിനിമ ഇന്ത്യൻ ഗ്രോസ് കളക്ഷനായി 36 ദിവസം കൊണ്ട് 1343 കോടി 74 ലക്ഷം രൂപയും വിദേശത്ത് നിന്ന് 422 കോടി 50 ലക്ഷം രൂപയും സ്വന്തമാക്കിയിട്ടുണ്ട്. അങ്ങനെ 1766 കോടി 24 ലക്ഷം രൂപയാണ് ഇന്നലെ വരെയുള്ള 36 ദിവസം കൊണ്ട് ലോകമെമ്പാടുമായി നേടിയെടുത്തിരിക്കുന്നത്. ഈ സിനിമകളെക്കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി പറയുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.